എപ്പോഴും കഥകൾ എഴുതാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചെറിയ പ്രായം മുതലേ കഥകൾ എഴുതാനും അത് പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെറിയ സ്കിറ്റുകളായിട്ടും ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ന്യൂ ഇയറിന് നമ്മുടെ പിള്ളേർക്ക് ചെറിയൊരു സ്കിറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ പണിപ്പുര തുടങ്ങിയപ്പോൾ ഭയങ്കര ഐഡിയ ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഒരു ത്രെഡ് മാത്രം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പിടിച്ച് കയറി ഇന്നിപ്പോൾ ഡിസംബർ 30 ആയി. ഒരു കഥ കഴിഞ്ഞു, അതിൻ്റെ എഡിറ്റിങ്ങും പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ 31st നൈറ്റിന് ഞങ്ങളത് കയറാണ്. എന്തായാലും അങ്ങനെ നമ്മളൊരു 2-3 ദിവസത്തെ വർക്കിന് ശേഷം നമ്മുടെ നായകൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്റ്റേജിലോട്ട് കയറാൻ പോകണം. അതിന് മുമ്പുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഇനി സ്റ്റേജിലെ വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം. കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ എന്റെ കയ്യിലുള്ളില്ല. മാതാപിതാക്കളെ, നിങ്ങൾ എന്താണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്? നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? എല്ലാം ഞാൻ പറഞ്ഞതേ ഈ ലോകത്തിൽ കാണുകയുള്ളൂ. എന്നെ തകർക്കുവാൻ ഒരുത്തനും കഴിയുകയില്ല. ഞാൻ ഈ ലോകത്തിന്റെ രാജാവ്. സാറേ, ഈ കഥയിൽ നായകനില്ല, വില്ലൻ മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ശരിയാവും? ആര് പറഞ്ഞു നായകനില്ലാന്ന്? ഒരുവനുണ്ടെന്നേ. അവനാണ് ഈ ലോകത്തിന്റെ രക്ഷകൻ. എല്ലാ മുഴങ്കാലും അവന്റെ മുന്നിൽ പാടും.